ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ഭാഗമാണ്. അതിൽ ചാപ്റ്റർ 9 എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പരിസ്ഥിതിയും സുസ്ഥിര വികസനവും. ഓക്കെ, ഇതിൽ പാർട്ട് 4 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ട് 5 ആണ്, അതായത് ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്ന പാഠഭാഗത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാൻഡ് ഡിഗ്രഡേഷൻ, മണ്ണിൻ്റെ അപചയം, സോളിഡ് വേസ്റ്റ് പ്രോസസ്സിംഗ്, ഖരമാലിന്യ സംസ്കരണം എന്നീ പരിസ്ഥിതി നേരിടുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. അതോടുകൂടി 6 പരിസ്ഥിതി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ്, ഇന്ത്യയിലെ പരിസ്ഥിതിയുടെ അവസ്ഥ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചിപ്കോ മൂവ്മെൻറ്റ്, ചിപ്കോ പ്രസ്ഥാനം നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ആപ്പിക്കോ മൂവ്മെൻറ്റ്, ആപ്പിക്കോ പ്രസ്ഥാനം നമ്മൾ ചർച്ച ചെയ്തു. കൂടാതെ സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ഭാഗം നമ്മൾ തുടക്കം കുറിച്ചു. ഓക്കെ, അതിൻ്റെ സസ്റ്റൈൻ ഡെവലപ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ നിർവചനങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങളാണ്, സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനം നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ നിർവചനം പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നേടാനുള്ള തന്ത്രങ്ങൾ, ഏതൊക്കെ വഴിയിലൂടെയാണ് സുസ്ഥിര വികസനം നേടാൻ സാധിക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, സുസ്ഥിര വികസന തന്ത്രങ്ങൾ അഥവാ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം നേടാനുള്ള വഴികൾ. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തൽ, യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. അതായത് പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പുതുക്കാൻ കഴിയുന്ന ഊർജ ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തൽ എന്നതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ വൈദ്യുതി ആവശ്യത്തിന് ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് താപവൈദ്യുത നിലയങ്ങളെയും ജലവൈദ്യുത പദ്ധതികളെയുമാണ്. അപ്പോൾ ഇന്ത്യയിൽ അധികമായും വൈദ്യുതി ഉണ്ടാക്കുന്നത് താപവൈദ്യുതിയും ജലവൈദ്യുതിയുമാണ്. ഈ താപവൈദ്യുതി ഉണ്ടാക്കുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ് കൂടുതലായും താപവൈദ്യുതി ഉണ്ടാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ താപവൈദ്യുതി നിലയങ്ങൾ വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു. ഇത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇനി ജലവൈദ്യുത പദ്ധതികൾ എടുക്കുകയാണെങ്കിൽ ജലവൈദ്യുത പദ്ധതികളിൽ വൻകിട ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അണക്കെട്ടുകൾ ഉണ്ടാക്കുകയും വെള്ളം കെട്ടി നിർത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് കാടുകൾ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇത് നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെ തടയുന്നു. ഇത് മലിനീകരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ താപവൈദ്യുതി നിലയങ്ങളും താപവൈദ്യുതി പദ്ധതികളും ജലവൈദ്യുതി പദ്ധതികളും മലിനീകരണം ഉണ്ടാക്കുന്നവയാണ്. ഓക്കെ, എന്നാൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും സൗരോർജവും പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇവ ഒരു തരത്തിലും അന്തരീക്ഷത്തിന് മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക, സൂര്യൻ്റെ ഊർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക, ഇതൊക്കെയാണെങ്കിൽ ഒരിക്കലും മലിനീകരണം ഉണ്ടാക്കുകയില്ല. ഇവയുടെ ഉപയോഗം സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ താപവൈദ്യുതി ജലവൈദ്യുതി പദ്ധതികളെക്കാളും ഈ പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങളായ എന്ന് പറഞ്ഞാൽ പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഊർജ ഉറവിടങ്ങളായ കാറ്റിൽ നിന്നും സൂര്യൻ്റെ ഊർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുകയാണെങ്കിൽ അത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുകയില്ല. ഇത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. ഇതാണ് ആദ്യത്തെ സുസ്ഥിര വികസന തന്ത്രമായി പറയുന്നത്. ഓക്കെ, ഇന്ത്യ റിലൈസ് heavily
on thermal power plants and hydro power projects for its electricity needs. Both of these have a huge impact on the environment. Thermal power plants emit large amount of carbon dioxide into the atmosphere. Hydropower projects are depleting forest and blocking the natural flow of rivers. Wind power and solar energy are examples of non-conventional energy. These do not cause air pollution in any way. Their use leads to sustainable development. Okay. ഇനി അടുത്ത രണ്ടാമത്തെ സുസ്ഥിര വികസന തന്ത്രമാണ് ഗ്രാമങ്ങളിൽ LPGയും ഗോബർ ഗ്യാസും ഉപയോഗിക്കുക. LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. ഓക്കെ, അതായത് ഗ്രാമങ്ങളിലെ കുടുംബങ്ങൾ പ്രധാനമായും ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഇന്ധനമായി ഉപയോഗിക്കുന്നത് വിറകും ഉണങ്ങിയ ചാണകവും മറ്റു ജൈവ ഇന്ധനങ്ങളുമാണ്. ഇതിൻ്റെ ഉപയോഗം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു, പരിസ്ഥിതിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗ്രാമീണർക്ക് സബ്സിഡിയോടുകൂടിയ ഗ്യാസ് കണക്ഷനുകൾ ഗ്യാസുകൾ നൽകുന്നുണ്ട്. ഓക്കെ, കൂടാതെ വായ്പാ സൗകര്യങ്ങളും സബ്സിഡിയും നൽകിക്കൊണ്ട് ഗോബർ ഗ്യാസിനെയും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ LPGയും ഗോബർ ഗ്യാസും ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ അത് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കും. ഇത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കും. അപ്പോൾ LPGയും ഗോബർ ഗ്യാസും സുസ്ഥിര വികസന തന്ത്രമായി അറിയപ്പെടുന്നു. ഓക്കെ. Village families mainly use firewood, dried dung or other biofuels as fuel. This causes a variety of environmental problems. To solve this problem, the villagers are being given subsidized LPG gas. In addition, gobar gas is further promoted by providing credit facilities and subsidies. LPG and gobar gas reduce environmental pollution. This leads to sustainable development. Okay. ഇനി അടുത്ത മൂന്നാമത്തെ സുസ്ഥിര വികസന തന്ത്രമാണ് നഗരപ്രദേശങ്ങളിൽ CNG ഉപയോഗിക്കുക. CNG ഇൻ അർബൻ ഏരിയാസ്. ഓക്കെ, CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നഗരങ്ങളിലെല്ലാം വാഹനങ്ങളിൽ ഡീസൽ, പെട്രോൾ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഇത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കും. അത് ഒഴിവാക്കിയിട്ട് CNG കൂടുതലായി ഉപയോഗിക്കുകയാണെങ്കിൽ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കും. CNG അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ പൊതുഗതാഗത സംവിധാനത്തിൽ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വായു മലിനീകരണം കുറയ്ക്കുന്നു. ഡൽഹി നഗരത്തിലെ പൊതുവാഹനങ്ങളിൽ ഇപ്പോൾ ഇന്ധനമായി CNG ആണ് ഉപയോഗിക്കുന്നത്. ഈ CNG ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നു, വായു മലിനീകരണം കുറയ്ക്കുകയും ഇത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഓക്കെ. ഡൽഹി നഗരത്തിൽ ഇപ്പോൾ പൊതുവാഹനങ്ങളിൽ ഇന്ധനമായി CNG ആണ് ഉപയോഗിക്കുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇന്ധനമായി CNG ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഈസ് നൗ ഇൻക്രീസിംഗ്ലി യൂസ്ഡ് ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ദിസ് റെഡ്യൂസസ് air pollution. CNG is used in public transport system in New Delhi. This leads to sustainable development. Okay. ഇനി അടുത്ത നാലാമത്തെ സുസ്ഥിര വികസന തന്ത്രമാണ് കാറ്റിൽ നിന്ന് ഊർജം, വിൻഡ് എനർജി. ഓക്കെ, നമുക്കറിയാം കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നത് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സാണ്. എത്ര ഉപയോഗിച്ചാലും തീരാത്ത ഒരു ഊർജ സ്രോതസ്സാണ് കാറ്റ് എന്നുള്ളത്. അപ്പോൾ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ വേഗതയിൽ കാറ്റുള്ള സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജമാണ്. അതായത് കാറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാകുക. ഇത് പരിസ്ഥിതിക്ക് ഒരു ക്ഷതവും ഒരു കോട്ടവും ഉണ്ടാക്കുന്നില്ല.
കാറ്റിനനുസരിച്ച് അതിൻ്റെ പങ്ക, അതായത് ടർബൈൻ കറങ്ങുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. കാറ്റിനനുസരിച്ച് ടർബൈൻ കറങ്ങിയിട്ടാണ്, പങ്ക കറങ്ങിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മൂലധന മുടക്ക് എന്ന് പറഞ്ഞാൽ പൈസ കൂടുതൽ ഇതിന് ചിലവാകുമെങ്കിലും, മൂലധന മുടക്ക് ചിലവേറിയതാണെങ്കിലും ഇത് മൂലമുള്ള ഗുണങ്ങൾ വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഈ ടർബൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി, ഈ പങ്ക സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയൊരു മൂലധന മുടക്ക്, പണം മുടക്കൽ ആവശ്യമാണ് എങ്കിലും ഇത് വളരെ ഗുണങ്ങൾ വളരെ വലുതുള്ള ഒന്നായിട്ടാണ് ഈ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തെ കാണുന്നത്. ഇത് പ്രകൃതിയെ, പരിസ്ഥിതിയെ മലിനമാക്കുന്നില്ല. ഇതും സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ദി എനർജി ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ഇൻ areas with high wind speeds. It does not cause any harm to the environment. According to the wind, its turbine rotates and generates electricity. Although its capital investment is expensive, but the benefits are enormous. This also leads to sustainable development. Okay. ഇനി അടുത്ത 5ാമത്തെ സുസ്ഥിര വികസന തന്ത്രമാണ് സൗരോർജ്ജം, സോളാർ എനർജി, അതായത് സൂര്യനിൽ നിന്നുള്ള ഊർജത്തെ വൈദ്യുതിയാക്കി മാറ്റുക. ഓക്കെ, ഫോട്ടോ വോൾട്ടേക്ക് ബാറ്ററിയുടെ സഹായത്തോടെ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റാൻ ഇപ്പോൾ സാധിക്കും. ഓക്കെ, ഗ്രിഡ് വഴിയോ വൈദ്യുതി ലൈൻ വഴിയോ വൈദ്യുതി എത്തിക്കാൻ സാധ്യമല്ലാത്ത പ്രദേശങ്ങളുണ്ടാകും, അതോ ചിലവേറിയ പ്രദേശങ്ങളുണ്ടാകും, വൈദ്യുതി എത്തിക്കാൻ ചിലവേറിയ പ്രദേശങ്ങളുണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ വൈദ്യുതി എത്തിക്കാൻ ഉപകാരപ്രദമായ ഒരു രീതിയാണ് സൗരോർജ്ജം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വൈദ്യുതി ലൈന് വഴിയോ ഗ്രിഡ് വഴിയോ വൈദ്യുതി എത്തിക്കാൻ വിദൂരമായ സ്ഥലങ്ങളായിരിക്കും, അവിടെ വൈദ്യുതി എത്തിക്കുക എന്നുള്ളത് ചിലവേറിയതായിരിക്കും. ഇത്തരം സ്ഥലങ്ങളിൽ ഈ ഫോട്ടോ വോൾട്ടിക് ബാറ്ററി ഉപയോഗിച്ച് സൗരോർജ്ജത്തെ വൈദ്യുതിയാക്കി മാറ്റിയിട്ട് ആ വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള വൈദ്യുതി ഒരിക്കലും മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ സൗരോർജ്ജത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുതി പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല, അത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സൺലൈറ്റ് ക്യാൻ നൗ ബി കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിസിറ്റി വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഫോട്ടോവോൾട്ടൈക് ബാറ്ററി. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ടെക്നോളജി ദാറ്റ് ക്യാൻ ഈസിലി സപ്ലൈ power to places where it is not possible or expensive to supply electricity through the grid or power line. It never causes pollution. This leads to sustainable development. Okay. ഇനി അടുത്ത 6ാമത്തെ സുസ്ഥിര വികസന തന്ത്രമാണ് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ, മിനി ഹൈഡൽ പ്രൊജക്ട്സ്. ഓക്കെ, അതായത് ചെറിയ ജലവൈദ്യുത പദ്ധതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും വറ്റാത്ത അരുവികൾ ഉണ്ടാകും. ഈ അരുവികളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാവുന്നതാണ്. ഇവിടെ ടർബൈൻ ഉപയോഗിച്ച് അവിടുത്തെ പ്രാദേശിക ആവശ്യങ്ങൾക്കായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. ഇത്തരം ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ പരിസ്ഥിതിക്ക് ഒരിക്കലും ക്ഷതം അഥവാ മാലിന്യം ഉണ്ടാക്കുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇവ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നവയാണ്. ഓക്കെ, ഇതിന് മൂലധന ചെലവും എന്ന് പറഞ്ഞാൽ പണം ചെലവും കുറവായിരിക്കും. ഓക്കെ, ഇതും സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ അരുവികളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങുക, ടർബൈൻ ഉപയോഗിച്ച് പ്രാദേശിക ആവശ്യങ്ങൾക്കായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഇത്തരം പദ്ധതികൾ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നവയാണ്. ഇത് പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാക്കുന്നില്ല. ഇതിൻ്റെ പണച്ചെലവും അതായത് മൂലധന ചെലവും കുറവായിരിക്കും. ഇതും സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, സ്മോൾ ഹൈഡ്രോ പ്രൊജക്ട്സ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ഇൻ ദി സ്ട്രീംസ്.
Here, the turbine can be used to generate electricity for local needs. Such projects are environmentally friendly. Capital expenditure is also low. This leads to sustainable development. Okay. അടുത്ത ഏഴാമത്തെ സുസ്ഥിര വികസന തന്ത്രമാണ് പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും, ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, അതായത് പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും നമ്മൾ ജീവിതത്തിൽ കൂടുതലായി ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണമായി ആരോഗ്യരംഗം നമുക്കെടുക്കാം. ഈ ആരോഗ്യരംഗത്ത് പാശ്ചാത്യ ചികിത്സാ രീതി കടന്നു വന്നപ്പോൾ നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതികൾ അവഗണിക്കപ്പെട്ടു. ഈ പാശ്ചാത്യ ചികിത്സാ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അലോപ്പതി, അതായത് ഇംഗ്ലീഷ് മരുന്ന്, ഇത് പാശ്ചാത്യ ചികിത്സാ രീതിയാണ്. ഇത് സുസ്ഥിര വികസന തന്ത്രമല്ല. ഇത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് സൈഡ് ഇഫക്റ്റ് ഉള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ അലോപ്പതി അഥവാ ഇംഗ്ലീഷ് മരുന്ന് ചികിത്സാ രീതി, പാശ്ചാത്യ ചികിത്സാ രീതി. ഓക്കെ, ഈ പാശ്ചാത്യ ചികിത്സാ രീതി കടന്നു വന്നപ്പോൾ നമ്മുടെ ഈ പാരമ്പര്യ ചികിത്സാ രീതി അവഗണിക്കപ്പെട്ടു. പാരമ്പര്യ ചികിത്സാ രീതികളായ ആയുർവേദം, യുനാനി, നാട്ടു പാരമ്പര്യ ചികിത്സ എന്നിവയെല്ലാം പാശ്ചാത്യ ചികിത്സാ രീതി വന്നപ്പോൾ അവഗണിക്കപ്പെട്ടു. ഈ പാരമ്പര്യ ചികിത്സാ രീതികൾ പ്രകൃതിക്ക് ഒരിക്കലും ദോഷം ഉണ്ടാക്കുന്നവയല്ല. ഈ പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇത് പരിസ്ഥിതി സൗഹൃദമാണ്. ഇത് സുസ്ഥിര വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, we must apply traditional knowledge and practices in life. For example, with the advent of Western medicine in the field of healthcare, our traditional therapies such as Ayurveda, Unani and traditional medicine have been neglected. Traditional treatment methods do not harm the environment. We must promote traditional knowledge and practices. This leads to sustainable development. Okay. അടുത്ത സുസ്ഥിര വികസന തന്ത്രമാണ് ജൈവ കൃഷി. ഓക്കെ, അപ്പോൾ എട്ടാമത്തെയും അവസാനത്തേതുമായ സുസ്ഥിര വികസന തന്ത്രമാണ് ജൈവ കൃഷി, ഓർഗാനിക് ഫാമിംഗ്. ഇനി ഇതിൽ രണ്ട് കാര്യങ്ങൾ, ഈ ഓർഗാനിക് ഫാമിംഗ് അഥവാ ജൈവ കൃഷി എന്ന ആശയത്തിൽ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നു, രണ്ട് ഘടകങ്ങൾ ഉൾപ്പെടുന്നു. ദിസ് ഇൻക്ലൂഡ്സ് 2 ഫാക്ടേഴ്സ്. ഓക്കെ, അതിൽ ആദ്യത്തെ ഘടകമാണ് ജൈവ വള കൃഷിരീതി, ബയോ കമ്പോസ്റ്റിംഗ്, ജൈവ വള കൃഷിരീതി. ഓക്കെ, അതായത് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ആധുനിക കൃഷിരീതി വന്നപ്പോൾ, അപ്പോൾ ആധുനിക കൃഷിരീതി അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവം വന്നപ്പോൾ പല കർഷകരും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ രാസവളം കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. രാസവളം എന്ന രീതിയിലേക്ക് നമ്മൾ മാറി. ഓക്കെ, അതിൻ്റെ ഫലമായി മണ്ണും ഭൂഗർഭജലവും മലിനമാക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മണ്ണിൽ വിഷാംശം വർദ്ധിച്ചു, വിഷാംശം കൂടി. ഓക്കെ, മണ്ണ് വിഷമുള്ളതായിട്ട് മാറി ഭൂഗർഭജലം വരെ മലിനമാകുന്ന അവസ്ഥ ഉണ്ടായി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല കർഷകരും ജൈവവള രീതിയിലേക്ക് നീങ്ങുന്നുണ്ട്. ചാണകം, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ നല്ല ജൈവ വളങ്ങളാണ്. ഇത് മണ്ണിൻ്റെ ഗുണം മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ഇത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതി നമ്മുടെ മണ്ണിനെയും ഭൂഗർഭജലത്തെയും മലിനമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പല കർഷകരും ഇപ്പോൾ ജൈവ കൃഷി, ജൈവവള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ജൈവവളത്തിൽ കൂടുതലായും ഉപയോഗിക്കുന്നത് ചാണകം, മണ്ണിര കമ്പോസ്റ്റ് എന്നിവയാണ്. ഇത് പ്രകൃതിയെ, ഇത് പരിസ്ഥിതിയെ ഒരിക്കലും മലിനമാക്കുന്നില്ല. ഇവ നല്ല ജൈവവളങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് മണ്ണിൻ്റെ ഗുണം മെച്ചപ്പെടുത്തുന്നു. ഇത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ,
According to modern farming methods, that is the green revolution, we have turned into fertilizers to increase agricultural production. This polluted the soil and groundwater. As a result, a large section of farmers are moving towards organic manure. Dung and vermicompost are good organic fertilizers. This improves the quality of the soil. In addition, it leads to sustainable development. Okay. ജൈവ കൃഷി അഥവാ ഓർഗാനിക് ഫാമിംഗ് എന്ന ആശയത്തിലെ രണ്ടാമത്തെ ഘടകമാണ് ജൈവ കീട നിയന്ത്രണം, ബയോപെസ്റ്റ് കൺട്രോൾ. ഓക്കെ, ഇതനുസരിച്ച് പറയുന്നത് ആധുനിക കൃഷിരീതിയുടെ അഥവാ ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി രാസകീടനാശിനികളും കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. രാസവളങ്ങൾക്ക് പുറമെ രാസകീടനാശിനികളും കർഷകർ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇതുമൂലം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ രാസമലീമസമായി. എന്ന് പറഞ്ഞാൽ ഭക്ഷ്യോൽപ്പന്നങ്ങളും മലിനമായി. ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ കീടനാശിനികളുടെ അംശം വർദ്ധിച്ചു. കൂടാതെ മണ്ണ്, ഭൂഗർഭജലമുൾപ്പെടെയുള്ള മലിനമായി. ഓക്കെ, ഇതിന് പരിഹാരമായി ജൈവ കീടനാശിനികളെ പ്രോത്സാഹിപ്പിക്കണം. രാസകീടനാശിനികൾക്ക് പകരം ജൈവ കീടനാശിനികൾ കൂടുതലായി ഉപയോഗിക്കണം. ചെടികളുടെ വിത്തിൽ നിന്നുള്ള കീടനാശിനികളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കണം. അതിനുദാഹരണമാണ് ആര്യവേപ്പ്. ഓക്കെ, കൂടാതെ വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയും പ്രോത്സാഹിപ്പിക്കണം. പിന്നെ അടുത്തൊരു കാര്യമായിട്ട് പറയുന്നത് കീടങ്ങളെ നശിപ്പിക്കുന്ന ജീവികൾക്ക് സംരക്ഷണം നൽകണം. ഇവയെല്ലാം പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കാത്തവയാണ്. ഇത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ ജൈവ കൃഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാസവളങ്ങൾക്ക് പകരം ജൈവ വളങ്ങൾ ഉപയോഗിക്കുകയും കൂടാതെ രാസകീടനാശിനികൾക്ക് പകരം ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് ദി മോഡേൺ ഫാമിംഗ് മെത്തേഡ്, that is green revolution, pesticides became increasingly used. As a result, food products become chemically contaminated. In addition, soil and water bodies, including groundwater, were polluted. As a solution to this, biopesticides should be promoted. Use of pesticides from plants seeds, that is from Aryavep, example is Aryavep, intercropping of crops and protect the creature that destroying pests. All of these are environmentally friendly. These lead to sustainable development. ഓക്കെ, ഇനി അടുത്തതായി ജൈവ കൃഷിയുടെ നേട്ടങ്ങളാണ് പറയുന്നത്. മെരിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് കുറഞ്ഞ ഉൽപ്പാദന ചെലവ്, ലോ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഉൽപ്പാദന ചെലവ് കുറവാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു, മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിക്കുന്നു, ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് പോഷക ആഹാരം നൽകുന്നു, പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ. കാരണം മാലിന്യമൊന്നും ഉണ്ടാവില്ല, പോഷകാഹാരം നൽകുന്നു. ഇനി നാലാമത്തെ നേട്ടമാണ് കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുകയും വിദേശ നാണയം സമ്പാദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പ്രൊമോട്ട്സ് എക്സ്പോർട്ട് ആൻഡ് ഏൺസ് ഫോറിൻ എക്സ്ചേഞ്ച്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ജൈവ കൃഷിരീതി ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ മൂല്യം കൂടുതലാണ്, അന്താരാഷ്ട്ര വിപണിയിൽ ഡിമാൻഡ് കൂടുതലാണ്. ഇത് കയറ്റുമതി വർദ്ധിപ്പിക്കുകയും വിദേശ നാണയം കൂട്ടുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ പോയിൻ്റാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു, പ്രൊട്ടക്ട്സ് ദി എൻവയോൺമെൻറ്റ്. കാരണം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ആറാമത്തെ ലാസ്റ്റ് പോയിൻ്റാണ് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്നു, സുസ്ഥിര വികസനത്തെ സഹായിക്കുന്നു, കോൺട്രിബ്യൂട്ട്സ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ നേട്ടങ്ങൾ, ജൈവ കൃഷിയുടെ നേട്ടങ്ങളായിട്ട് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായി പറയുന്നതാണ് ജൈവ കൃഷിയുടെ കോട്ടങ്ങൾ, ഡീമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അതായത് ജൈവ കൃഷിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ന് നിലവിലില്ല. ഓക്കെ, സെക്കൻഡ് പോയിൻ്റാണ് വിപണനത്തിൻ്റെ പ്രശ്നങ്ങൾ, മാർക്കറ്റിംഗ് ഇഷ്യൂസ്. അതായത് ജൈവ ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു വിപണി ഇന്ന് നിലവിലില്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് ജൈവ കൃഷിയിൽ നിന്നുള്ള വിളവ് ആധുനിക കൃഷിയേക്കാൾ കുറവാണ്. ഈൽഡ്സ് ഫ്രം ഓർഗാനിക് ഫാമിംഗ് ആർ ലോവർ ദാൻ മോഡേൺ ഫാമിംഗ്. ഓക്കെ, അത് ജൈവ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളവ് കുറവാണ്, അത് നമ്മൾ ആധുനിക കൃഷി രീതിയേക്കാൾ കുറവായിരിക്കും. അതാണ് മൂന്നാമത്തെ കോട്ടമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ കോട്ടമായിട്ട് പറയുന്നതാണ് ജൈവ കൃഷിയിൽ ഓഫ് സീസൺ വിളകളുടെ ഉൽപ്പാദനം പരിമിതമാണ് അഥവാ കുറവാണ്. പ്രൊഡക്ഷൻ ഓഫ് സീസൺ ക്രോപ്സ് ഇൻ ഓർഗാനിക് ഫാമിംഗ് ഈസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ 4 കോട്ടങ്ങളാണ് ജൈവ കൃഷിയുടെ കോട്ടങ്ങളായിട്ട് എടുത്തു പറയുന്നത്, ഡിമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സുസ്ഥിര വികസന തന്ത്രവുമായി പറയാനുള്ളത്. ഓക്കെ, ഇതോടുകൂടി സുസ്ഥിര രംഗം ഇവ കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതോടുകൂടി തന്നെ ഈ ചാപ്റ്ററും ഇവിടെ അവസാനിച്ചു. ചാപ്റ്റർ 9 പരിസ്ഥിതിയും സുസ്ഥിര വികസനവും, എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പാഠഭാഗം ഇവിടെ അവസാനിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.